Hi, and welcome to another brand new lesson from Open School. അപ്പോൾ DYSP ട്രെയിനി സ്പെഷ്യൽ റിക്രൂട്ട്മെന്റിന് വേണ്ടിയിട്ട് നമുക്ക് സ്പെഷ്യൽ ടോപ്പിക്സ് ഇന്ന് മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ സ്പെഷ്യൽ ടോപ്പിക്സിൽ നമുക്ക് മൊത്തത്തില് 45 മാർക്ക് നമുക്ക് അവിടെ സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ എന്താ പറയേണ്ടത്, ഏകദേശം 50% ടോപ്പിക്സും അല്ലെങ്കിൽ ചോദ്യങ്ങളും ഇതിൽ നിന്ന് തന്നെ വരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ ഇതിനകത്ത് നമുക്ക് മാക്സിമം ഫോക്കസ് ഇതിൽ നമുക്ക് കൊടുക്കുക എന്നുള്ളത്. സോ എന്താ പറയേണ്ടത്, വളരെയധികം ഡീറ്റെയിൽഡ് ആയിട്ട് വളരെ സിലബസ് സ്പെസിഫിക് ആയിട്ടായിരിക്കും നമ്മൾ ഈ ഓരോ ടോപ്പിക്സും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതായത് സിലബസ് സ്പെസിഫിക് എന്ന് ഞാൻ പറയുമ്പം സിലബസിൽ നിന്ന് നമ്മൾ ഒന്നും അധികം ആഡ് ചെയ്യുന്നില്ല, എന്നാൽ സിലബസിൽ നിന്ന് ഒരു പോയിന്റ് പോലും നമ്മൾ അവിടെ കുറയ്ക്കുന്നില്ല. അപ്പോൾ വളരെ സിലബസ് സ്പെസിഫിക് ആൻഡ് സിലബസ് ഫോക്കസ്ഡ് ആയിട്ടായിരിക്കും ഈ ഒരു ടോപ്പിക്സ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഓക്കെ, റൈറ്റ്. സോ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ സിലബസ് അനുസരിച്ച് നമുക്ക് നോക്കാനുള്ള 3 പ്രധാനപ്പെട്ട ക്രിമിനൽ കോഡ്സ് ആണ്. അത് ഒന്ന് ഭാരതീയ ന്യായ സംഹിത 2023, ഇത് മൂന്നും 2023 നിലവിൽ വന്നതാണ്. ആൻഡ് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത ആൻഡ് ഭാരതീയ സാക്ഷ്യ അധിനിയം 2023. അപ്പൊ ഇത് മൂന്നുമാണ് നമുക്ക് സ്പെസിഫിക് ആയിട്ട് നോക്കാനുള്ള ആ ഒരു ക്രിമിനൽ ലോസ്. അപ്പം വേണമെങ്കിൽ നമുക്ക് പറയാം, നമുക്ക് ഇന്ത്യയിൽ നിലവിലുണ്ടായിരുന്ന IPC, CRPC എന്നൊക്കെയുള്ളതിനെ ഒന്ന് റീ ഇമാജിൻ ചെയ്ത് കുറച്ചും കൂടെ സ്പെസിഫിക് ആയിട്ട് നമ്മുടെ സിറ്റുവേഷന്, നമ്മുടെ കൾച്ചറിന്, നമ്മുടെ ലാംഗ്വേജിന് ഒക്കെ എന്താ പറയേണ്ടത് യൂസ് ചെയ്യത്തക്ക രീതിയിൽ ഈ നിയമങ്ങളെ മാറ്റിയിരിക്കുന്നു എന്നാണ്. അപ്പോൾ ഈ ഒരു ലെസണിൽ നമ്മൾ കംപ്ലീറ്റ് ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ഓവർവ്യൂ ആണ്. ഇപ്പോൾ എന്താ പറയേണ്ടത്, ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ പലരും ആ ഒരു എന്താ പറയേണ്ടത് ലീഗൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാവണം നിർബന്ധമില്ല. അല്ലെങ്കിൽ ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും നിയമങ്ങളുടെ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് പഠിക്കുന്നതോ ചർച്ച ചെയ്യുന്നതോ കാണുന്നതോ ഒക്കെ. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് എന്താണ് ഇതിന്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കും. Okay, so let us move and let us look at what these 3 criminal codes are and എന്തുകൊണ്ട് നമുക്ക് ഈ പുതിയ നിയമങ്ങൾ വന്നു എന്നൊക്കെയുള്ളത് നമുക്ക് സ്പെസിഫിക് ആയിട്ടത് നോക്കാം. അപ്പോൾ ഈ ഒരു ഷോർട്ട് ലെസൺ കംപ്ലീറ്റ് ആകുമ്പോഴേക്കും യു വിൽ അണ്ടർസ്റ്റാൻഡ് എന്താണ് ആ ഒരു സോഷ്യോ ലീഗൽ റാഷണൽ, നമ്മുടെ ഈ ഒരു ക്രിമിനൽ ലോ അല്ലെങ്കിൽ ഈ ഒരു ക്രിമിനൽ നിയമത്തിന്റെ ആ ഒരു ഫ്രെയിം വർക്ക് കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഓവറോൾ ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് മാറ്റി കൊണ്ടുവന്നതിന്റെ ഉദ്ദേശം എന്തായിരുന്നു, വാട്ട് ഈസ് എ റാഷണൽ. അപ്പൊ അവിടെ ഒരു സോഷ്യോ ലീഗൽ റാഷണൽ ആണ് അതിന്റെ പിന്നിലുള്ളത്. അത് നമ്മൾ മനസ്സിലാക്കണം. പഴയ നിയമങ്ങൾ നമ്മൾ ഉപയോഗിച്ചിരുന്ന എന്തുകൊണ്ട് അത് വർക്ക് ആകാത്തത് കൊണ്ടാണോ, അതോ അതിൽ മാറ്റം വരേണ്ടിയത് എന്താ പറയേണ്ടത് കാലത്തിന്റെ ഒരു അനിവാര്യതയായി മാറിയത് കൊണ്ടാണോ, അതെല്ലാം നമുക്ക് ഇതിനകത്ത് ചർച്ച ചെയ്യാം. ആൻഡ് അറ്റ് ദ സെയിം ടൈം യു വിൽ ഓൾസോ ബി ഏബിൾ ടു ഐഡന്റിഫൈ സ്ട്രക്ചറൽ ആൻഡ് ഫിലോസഫിക്കൽ ചേഞ്ചസ്. ഇപ്പൊ BNS, BNSS, BSA, അപ്പൊ ഇതിനെ ഷോർട്ട് ആയിട്ട് ഇതിനെ മൂന്നിനെയും നമുക്ക് ഒന്ന് ഭാരതീയ ന്യായ സംഹിതയ്ക്ക് BNS എന്നും, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയ്ക്ക് BNSS എന്നും, ഭാരതീയ സാക്ഷ്യ അധിനിയം അതിന് BSS എന്നും ഷോർട്ട് ആക്കി നമുക്കിനി തുടർന്ന് അങ്ങോട്ടുള്ള ലെസൺസിൽ പറയാം. അപ്പോ എന്താ പറയേണ്ടത്, BNS എന്ന് പറഞ്ഞാൽ, BNSS എന്ന് പറഞ്ഞാൽ, BSA എന്ന് പറഞ്ഞാൽ എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നതെന്ന് സോ യു ആൻഡ് ഐ വിൽ അണ്ടർസ്റ്റാൻഡ്, അല്ലെ. അപ്പോ നമുക്ക് ഒരുപാടധികം സമയമില്ല നമ്മുടെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ സ്പെസിഫിക് ആയിട്ട് നമ്മുടെ റിക്വയർമെന്റ്സ് മാത്രം മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് നീങ്ങാം. ഓക്കെ, അപ്പൊ ഈ ഒരു ലെസൺ കഴിയുമ്പോഴത്തേക്ക് യു വിൽ ഓൾസോ അണ്ടർസ്റ്റാൻഡ് ആ ഒരു പ്രാക്ടിക്കൽ റെലവൻസ് ഈ നിയമങ്ങൾക്ക്, പ്രത്യേകിച്ചും പോലീസ് ഫംഗ്ഷനിങ്ങിൽ. ഇപ്പൊ പോലീസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം നിയമപാലകരാണ്, നിയമം കാത്തു സൂക്ഷിക്കുന്നവരാണ്, നിയമം നടപ്പാക്കുന്നവരാണ്. ആൻഡ് നിയമം എന്താ പറയേണ്ടത് പാലിക്കാത്തവരെ നിയമം എന്താ പറയേണ്ടത് നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരിക എന്നുള്ള ആ പ്രധാനപ്പെട്ട എന്താ പറയേണ്ടത് ജോലികളാണ് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട റോൾസ് ആണ് പോലീസിനുള്ളത്. അപ്പോ എന്താണ് ഇതിന്റെ പ്രാക്ടിക്കൽ റെലവൻസ്, എങ്ങനെ ഈ നിയമങ്ങൾ നമുക്ക് പ്രാക്ടിക്കലായിട്ട് ഉപയോഗിക്കുമ്പോൾ എന്തൊക്കെ ഘടകങ്ങൾ നമ്മൾ മനസ്സിൽ വെക്കണം എന്നുള്ളതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ആൻഡ് ഈ എന്താ പറയേണ്ടത് ഈ ഒരു ബ്രീഫ് ലെസണിൽ യു വിൽ ഓൾസോ റെക്കഗ്നൈസ് ദ റോൾ ഓഫ് ലോ എൻഫോഴ്സ്മെന്റ് ഓഫീസേഴ്സ്.
ഇപ്പൊ നമ്മുടെ ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ, നമ്മുടെ പ്രൊസീജിയറൽ ജസ്റ്റിസ്, അപ്പൊ പ്രൊസീജിയറൽ ജസ്റ്റിസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഓരോ നിയമവും നടപ്പാക്കുന്നതിന് ഒരു 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 സ്പെസിഫിക് പ്രൊസീജിയർ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ ആ ഒരു പ്രൊസീജിയർ, ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷന്റെ വാല്യൂസ് അല്ലെങ്കിൽ അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിലനിർത്തുന്നതിലൊക്കെ എന്താണ് ലോ എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥന്മാരുടെ ഒരു റോൾ എന്നുള്ളത്. അപ്പോ അടുത്ത ലെസണിൽ ഞാനൊന്ന് വിവരിക്കാം എങ്ങനെയാണ് നമ്മൾ ഈ നിയമങ്ങളെ പഠിക്കുന്നതിന് വേണ്ടി എങ്ങനെ നമ്മൾ അപ്രോച്ച് ചെയ്യണം എന്നുള്ളത്. അടുത്ത ലെസണിൽ ഞാനത് വിവരിച്ചിട്ട് നമുക്ക് അടുത്ത സെക്ഷൻസിലോട്ട് കിടക്കാം. അപ്പൊ ഈ ഒരു ലെസണിൽ ലെറ്റ്സ് ലുക്ക് അറ്റ് വാട്ട് ദ ഓവർവ്യൂ ഇസ്, അല്ലെങ്കിൽ എന്താണ് ഈ നിയമങ്ങൾ, എങ്ങനെയാണ് നമ്മൾ അതിനെ മനസ്സിലാക്കേണ്ടത് എന്ന് നമുക്കൊന്ന് നോക്കാം. സോ ദാറ്റ് വി ഓൾ ആർ ഓൺ ദ സെയിം പേജ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ ഒന്ന് മനസ്സിലാക്കുക, ലോ അല്ലെങ്കിൽ നിയമം എന്ന് പറയുന്നത് സോഷ്യൽ ഡിഫൻസിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു തൂണ് തന്നെയാണ്, ഒരു പില്ലറാണ്, അല്ലെങ്കിൽ സോഷ്യൽ ഡിഫൻസിന്റെ മൂലക്കല്ലാണ് നിയമം എന്ന് പറയുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് ഒരു ചുരുക്കത്തിൽ നമുക്ക് പറയാം. അപ്പോ എന്താണ് ഒരു സോഷ്യൽ അല്ലെങ്കിൽ സൊസൈറ്റിയൽ ഓർഡർ, സോഷ്യൽ ജസ്റ്റിസ്? ഏതൊരു സിവിലൈസ്ഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയിലും ഈ സൊസൈറ്റിയൽ ഓർഡർ, സോഷ്യൽ ജസ്റ്റിസ് ഇതൊക്കെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് നിയമങ്ങൾ വളരെയധികം പ്രധാനപ്പെട്ടതാണ് അല്ലെ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഏതൊരു സിവിലൈസ്ഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് അതിനെ വാർത്തെടുത്തിരിക്കുന്നത് അതിന്റെ ലീഗൽ സിസ്റ്റത്തിനെ ചുറ്റിപ്പറ്റി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോ എന്താ പറയേണ്ടത്, നമുക്ക് തർക്കങ്ങൾ ഉണ്ടാകാം ആൾക്കാരുമായിട്ട്. ആ തർക്കങ്ങൾ എങ്ങനെ പരിഹരിക്കാം, അതേപോലെ സൊസൈറ്റിയിൽ എന്താ പറയേണ്ടത്, ആ ഒരു സേഫ് ഗാർഡ്സ് എന്തൊക്കെയാണ് നമ്മൾ നിലനിർത്തേണ്ടത് എന്നൊക്കെ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ഈ ഒരു സ്ട്രക്ചറിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ അതിന്റെ ഉള്ളിൽ നമ്മൾ പാലിക്കേണ്ടതാണ് ഈ സോഷ്യൽ ഡിഫൻസ് ലെജിസ്ലേഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്താ പറയേണ്ടത്, ആ ഒരു പബ്ലിക് ഹാർമണി നിലനിർത്തുക. ഓരോ വ്യക്തികളുടെയും നമുക്ക് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ മുഖാന്തരം നമുക്ക് ലഭിച്ചിട്ടുള്ള റൈറ്റ്സ് ഉണ്ട് അല്ലെ. അതേപോലെ വൾണറബിൾ ആയിട്ടുള്ള ഗ്രൂപ്പ്സ് ഉണ്ട് അല്ലെ. അപ്പൊ അവരുടെയൊക്കെ ആ റൈറ്റ്സും വൾണറബിൾ ഗ്രൂപ്പ്സിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്രധാനപ്പെട്ട റോൾ ഈ നിയമങ്ങൾ വഹിക്കുന്നുണ്ട് എന്ന് പറയാം. അതേസമയം ഒരു ക്രിമിനൽ ആക്ടിവിറ്റി അല്ലെങ്കിൽ ഒരു ക്രിമിനൽ പ്രവൃത്തി ആരെങ്കിലും ചെയ്താൽ അവരെ നമുക്ക് ഒരു താക്കീത് കൊടുത്ത് വിടാനായിട്ട് കഴിയില്ല അല്ലെ. അവർ ചെയ്തിരിക്കുന്ന ആ ഒരു കുറ്റകൃത്യത്തിന് എന്താ പറയേണ്ടത്, തക്കതായ ഒരു ശിക്ഷ അവിടെ നടപ്പാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ ശിക്ഷ ഒക്കെ എന്താണ്, ഇപ്പൊ പലപ്പോഴും ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവർ മനസ്സിലാക്കി വെക്കുന്നത് ഞാൻ ഇന്ന കുറ്റം ചെയ്താൽ ഇന്ന ശിക്ഷ എനിക്ക് കിട്ടാനുള്ള ആ ഒരു സാധ്യതയുണ്ട്. അപ്പൊ ആ ഒരു ചിന്തയാണ് എന്താ പറയേണ്ടത്, കൂടുതൽ സമയവും ആ ഒരു വ്യക്തിയെ ആ ഒരു കുറ്റം ചെയ്യുന്നതിൽ നിന്ന് നിരുത്സാഹപ്പെടുത്തി മാറ്റി നിർത്തുന്ന അതിന്റെ ആ ഒരു പ്രത്യാഘാതം അറിയുന്നത് കൊണ്ട്. അതാണ് ഒരു സാധാരണക്കാരന്റെ ഒരു ചിന്താഗതി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്നാൽ എല്ലാ വ്യക്തികൾക്കും ഈക്വൽ ആയിട്ടുള്ള ജസ്റ്റിസ് ഉണ്ടായിരിക്കണം, ഈക്വൽ ആയിട്ടുള്ള ആക്സസ് ടു ജസ്റ്റിസ് ഉണ്ടായിരിക്കണം. ഈക്വൽ ആയിട്ടുള്ള ആക്സസ് ടു ജസ്റ്റിസ് എന്ന് നമ്മൾ പറയുമ്പോഴത്തേക്ക് എന്താണ്, എല്ലാവർക്കും ഒരേപോലെ നിയമം ഉപയോഗിക്കാൻ അല്ലെങ്കിൽ നിയമത്തിൽ നമുക്ക് നൽകിയിട്ടുള്ള ഓരോ സംരക്ഷണവും അനുഭവിക്കാൻ ഓരോ വ്യക്തിക്കും ഈക്വൽ ആയിട്ടുള്ള അവകാശം, തുല്യമായിട്ടുള്ള അവകാശമാണ് അതിനകത്ത് ഉള്ളത് എന്ന് നമുക്ക് പറയാം. അപ്പൊ ചുരുക്കത്തില് ഇന്ത്യൻ ക്രിമിനൽ ലോ എന്ന് പറയുന്നത് ഒരു ലിസ്റ്റ് ഓഫ് പണിഷ്മെന്റ്സ് അല്ലെങ്കിൽ പണിഷ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ശരിക്കും റിഫോം ചെയ്യുന്നതിന്, പ്രിവെന്റ് ചെയ്യുന്നതിന് ആൻഡ് നീതി നടപ്പാക്കുന്നതിന്, അതാണ് റിഫോം, പ്രിവെൻഷൻ ആൻഡ് ജസ്റ്റിസ് എന്ന് പറയുന്നത്. അപ്പോൾ റിഫോം ചെയ്യുന്നതിന്, മാറ്റിയെടുക്കുന്നതിന്, പ്രിവെന്റ് ചെയ്യുന്നതിന്, ഒരു കുറ്റം ചെയ്യുന്നതിൽ നിന്ന് തടയുന്നതിന് വേണ്ടിയിട്ട്, നീതി നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ടൂളായിട്ട് തന്നെ എന്താ പറയേണ്ടത്, ഈ ഇന്ത്യൻ ക്രിമിനൽ സിസ്റ്റം അല്ലെങ്കിൽ ഇന്ത്യൻ ക്രിമിനൽ ലോ, ആ നിയമങ്ങളെ നമുക്ക് കാണാം എന്നുള്ളത്. അതേപോലെ നമുക്ക് എന്താ പറയേണ്ടത്, സോഷ്യൽ ഡിഫൻസ് എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് എന്താണ്. ഇപ്പം ഇന്ത്യയിൽ സോഷ്യൽ ഡിഫൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ലീഗൽ ഫ്രെയിം വർക്ക് ഉണ്ട് ആ ഒരു സോഷ്യൽ ഡിഫൻസിന്. ഈ ലീഗൽ ഫ്രെയിം വർക്ക് എന്താണ് ശരിക്കും അവിടെ ചെയ്യുന്നത്, ഒന്ന് ആന്റി സോഷ്യൽ ബിഹേവിയറിന് അല്ലെ, ഇപ്പൊ സമൂഹത്തിന് നിരക്കാത്ത പെരുമാറ്റങ്ങൾ, അതാണ് ആന്റി സോഷ്യൽ ബിഹേവിയർ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള പെരുമാറ്റങ്ങളെ പ്രിവെന്റ് ചെയ്യുക, പബ്ലിക്കിന്റെ ഇടയിൽ ഒരു ഓർഡർ നിലനിർത്തുക അല്ലെ. അതേപോലെ ലീഗൽ പ്രൊസീജിയേഴ്സ് എല്ലാവർക്കും ഒരേപോലെ ഫെയർ ആയിട്ട്, പ്രിജുഡിസ്ഡ് ആകാതെ ഫെയർ ആയിട്ടുള്ള ലീഗൽ പ്രൊസീഡിങ്സ് നടപ്പാക്കിയെടുക്കുക എന്നുള്ളത്.
2023 ഇന്ത്യ വളരെ ഹിസ്റ്റോറിക് ആയിട്ടുള്ള ഈ ഒരു ലീഗൽ ഓവർഹോൾ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെയാണ് നമ്മളിപ്പോ കാണുന്ന BNSഉം BNSSഉം BSAയും നിലവിൽ വന്നത്. അപ്പോ ഈ ആക്ടുകൾ ശരിക്കും എന്താ ചെയ്തത്? ആ ഒരു കൊളോണിയൽ കാലഘട്ടത്ത് നമ്മുടെ നാട്ടിൽ നിലനിന്നിരുന്ന ആ നിയമങ്ങൾ അല്ലെ, അതിനെ കംപ്ലീറ്റ് മാറ്റി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതിനെ മാറ്റിയിട്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് കുറെ കൂടെ അലൈൻഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ചേർന്ന് പോകുന്ന തരത്തിൽ ആ നിയമത്തെ മാറ്റി എഴുതി എന്നുള്ളതാണ്. ആൻഡ് ഇവിടെ സിറ്റിസൺ സെൻട്രിക് ജസ്റ്റിസ് സിസ്റ്റം. ഇപ്പൊ സിറ്റിസൺ സെൻട്രിക് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? അപ്പോ ഇവിടെ ശരിക്കും ആ ഒരു സിറ്റിസൺ എന്ന് പറയുന്നത് നിങ്ങളും ഞാനും അടങ്ങുന്ന ആ ഒരു കൂട്ടം ജനങ്ങളാണ് ഇവിടുത്തെ സിറ്റിസൺസ് എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ ഈ സിറ്റിസൺസിനെയാണ് ഈ നിയമത്തിന്റെ എല്ലാം എന്താ പറയേണ്ടത് പ്രധാന ഘടകമായി കണക്കിലാക്കുന്നത്. അപ്പൊ അതാണ് സിറ്റിസൺ സെൻട്രിക് എന്ന് പറയുന്നത്. അപ്പം മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട്, മനുഷ്യന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് അതിന് ഈ നിയമങ്ങളൊക്കെ കൊണ്ടുവന്നിരിക്കുന്നു. അപ്പൊ അവിടെ ഒരു ചെറിയൊരു ഡിഫറെന്റ് ആംഗിളിൽ നിന്ന് നമുക്കതിനെ കാണാം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ ഇതിന്റെ പിന്നിൽ ആ ഒരു ഹിസ്റ്ററി സ്പെസിഫിക് ആയിട്ട് നമുക്ക് നോക്കാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ നമുക്കൊന്ന് പറയാം. ഈ ഒരു ഇന്ത്യൻ ക്രിമിനൽ ലോ എന്ന് പറയുന്നത് ആ ഒരു കൊളോണിയൽ കാലഘട്ടം മുതൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 160 വർഷത്തിന് മുകളിൽ പഴക്കമുണ്ടായിരുന്നു എന്നുള്ളത്. കാരണം ആ ഒരു ബ്രിട്ടീഷ് റൂളിന്റെ കാലഘട്ടത്താണ് അത് എനാക്ട് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ അത് കൊണ്ടുവന്നിട്ടുള്ളത്, അല്ലെ? ഇപ്പൊ നമുക്കറിയാം IPC, ഇന്ത്യൻ പീനൽ കോഡ്, ഇതിന് പഴയത്. അപ്പോ 1860 ഈ ഒരു IPC നിലവിൽ വന്നത്. അപ്പൊ നമ്മുടെ ജസ്റ്റ് ഒരു അറിവിന് വേണ്ടിയിട്ട് നമ്മളൊന്ന് അറിഞ്ഞിരിക്കുക, ഈ IPC ഡ്രാഫ്റ്റ് ചെയ്തത് തോമസ് മക്യുലയാണ്. ക്രിമിനൽ ഒഫൻസസിനെ പ്രധാനമായിട്ട് ഡിഫൈൻ ചെയ്തിരുന്നത് തോമസ് മക്യുലയാണ്. അപ്പൊ മക്യുല ഒരുപാടധികം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പം ഇവിടെ നമ്മുടെ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു പേര് തോമസ് മക്യുലെ. അതേപോലെ 1860 ഇന്ത്യൻ പീനൽ കോഡ് വന്നത്. ഇനി കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ CRPC എന്ന് പറയുന്നത് 1898 ആൻഡ് പിന്നീട് ആദ്യം 1898 പിന്നീട് 1973 അത് മാറ്റി വന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ CRPCയിൽ എന്തൊക്കെയായിരുന്നു പ്രധാനമായിട്ടുണ്ടായിരുന്നത്? ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നതിനുള്ള പ്രൊസീജിയേഴ്സ്, ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യുന്നതിനുള്ള പ്രൊസീജിയേഴ്സ്, ഒരു ബെയിൽ ആപ്ലിക്കേഷൻ മൂവ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ ബെയിൽ കൊടുക്കുന്നതിന് ഉള്ള കണ്ടീഷൻസ്, അതിന്റെ പ്രൊസീജിയേഴ്സ്, ട്രയൽ എങ്ങനെ നടത്തണം, കോടതി നടപടിക്രമങ്ങൾ, അതാണല്ലോ ട്രയൽ എന്ന് പറയുന്നത്, അതെങ്ങനെ നടത്തണം, എങ്ങനെ സെന്റൻസിങ് വരണം. അതായത് സെന്റൻസിങ് എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു കേസിന്റെ വിധി കോടതി പറയുന്നതാണ് സെന്റൻസിങ് എന്ന് പറയുന്നത്. പിന്നെ നമുക്കുണ്ട് ഇന്ത്യൻ എവിഡൻസ് ആക്ട്. 1872 എവിഡൻസ് ആക്ട് പ്രാബല്യത്തിൽ വന്നത്. അപ്പോ എന്താണ് ആ ഒരു റൂൾസ് ഓഫ് അഡ്മിസിബിലിറ്റി, റെലവൻസ് ആൻഡ് ഇവാലുവേഷൻ ഓഫ് എവിഡൻസ്, എവിഡൻസിനെ എങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്, ഇതൊക്കെയാണ് ശരിക്കും എന്താ പറയണ്ടേ ഇന്ത്യൻ എവിഡൻസ് ആക്ടിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ. അപ്പൊ റൂൾസ് ഓഫ് അഡ്മിസിബിലിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് എന്തൊക്കെ നമുക്ക് അതിനകത്ത് എവിഡൻസ് ആയിട്ട് അഡ്മിസിബിൾ ആണ്, എന്തൊക്കെ അതിൽ എവിഡൻസ് ആയിട്ട് ഉപയോഗിക്കാം എന്നൊക്കെയുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കൂ. 1872 നിലവിൽ വന്നതാണ് ഈ ഇന്ത്യൻ എവിഡൻസ് ആക്ട് എന്ന് പറയുന്നത്. അന്നുണ്ടായിരുന്ന തരത്തിലുള്ള എവിഡൻസ് അല്ല ഇന്നുള്ളത്, അല്ലേ? അപ്പോ എന്തുകൊണ്ടും നമുക്ക് ഒരു മാറ്റം അനിവാര്യമായിട്ട് ഇവിടെ വന്നേക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ ഈ നിയമങ്ങളാണ് ശരിക്കും നമ്മുടെ ആ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള ആവശ്യങ്ങൾ എന്താ പറയേണ്ടത്, സ്പെസിഫിക്കലി ആ ഒരു ബ്രിട്ടീഷ് രാജിന്റെ അവരുടെ അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള ആവശ്യങ്ങൾ നടപ്പാക്കി എടുക്കുക. അതിനു വേണ്ടിയിട്ടായിരുന്നു ഈ നിയമങ്ങൾ പ്രധാനമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് ഇന്ത്യയിലെ ജനങ്ങളെ മുൻനിർത്തിക്കൊണ്ടല്ല. അപ്പൊ നോക്കുക, ആ ഒരു നിയമത്തിന്റെ ഉദ്ദേശം തന്നെ വ്യത്യസ്തമായിരുന്നു. അപ്പൊ ആ ഒരു ഉദ്ദേശത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള നിയമങ്ങൾ എപ്പോഴും ആ ഒരു ബ്രിട്ടീഷ് രാജ് അല്ലെങ്കിൽ രാജ്യം ഭരിക്കുന്നവര്, അവരായിരുന്നല്ലോ രാജ്യം ഭരിക്കുന്നത്. അപ്പൊ ആ രാജ്യം ഭരിക്കുന്നവർക്ക് കുറെ അധികം അനുകൂലമായിട്ട് വരത്തക്ക രീതിയിലായിരുന്നു ആ നിയമങ്ങൾ, ആ പഴയ നിയമങ്ങൾ തുടക്കത്തിൽ ഉണ്ടാക്കിയിരുന്നത്. പക്ഷെ അത് മാറണം, അല്ലേ? ഇപ്പം ഇൻഡിപെൻഡന്റ് ഇന്ത്യ ആയി കഴിഞ്ഞു, എത്രയോ വർഷങ്ങളായി ഇൻഡിപെൻഡന്റ് ഇന്ത്യ ആയിട്ട്. അപ്പൊ ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഉപയോഗിക്കത്തക്ക രീതിയിൽ നിയമങ്ങൾക്ക് മാറ്റം വരണം എന്നുള്ളത്. അപ്പോ ഇതാണ് ആ ഒരു ഹിസ്റ്ററി ചുരുക്കത്തിൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇനി ഇൻഡിപെൻഡൻസ് നമുക്ക് ലഭിച്ചതിന് ശേഷം നമുക്ക് എന്താ പറയേണ്ടത്, ഒരു റിയലൈസേഷൻ വന്നു. റിയലൈസേഷൻ, അതായത് നിയമങ്ങൾ ഇത് പോരാ അല്ലോ എന്നാണ്.
1947 മുതൽ നമുക്ക് വേണമെങ്കിൽ പറയാം, ആ പോസ്റ്റ് ഇൻഡിപെൻഡന്റ് കാലം അല്ലെങ്കിൽ ആ ഒരു സമയത്തും ഇന്ത്യ ഈ ഒരു കൊളോണിയൽ നിയമങ്ങളെ തന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് കുറെ നാളത്തേക്ക്. അത് എന്തിനെന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഒന്ന് ആ ഒരു കണ്ടിന്യൂവിറ്റി നിലനിർത്തണം. ആൻഡ് അറ്റ് ദ സെയിം ടൈം ആ ഒരു സമയത്ത് വളരെയധികം അനിവാര്യതയായിരുന്നു സ്റ്റെബിലിറ്റി നിലനിർത്തുക എന്നുള്ളത്. പക്ഷെ സമയം പോയതനുസരിച്ച് ഓവർ ടൈം എന്താ പറയേണ്ടത്, ഒരുപാടധികം പ്രശ്നങ്ങൾ ഈ നിയമങ്ങളിൽ കണ്ടു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത് ലീഗൽ സ്കോളേഴ്സ് ആയിരുന്നാലും എന്താ പറയേണ്ടത് ജൂറിയിലെ അംഗങ്ങളായിരുന്നാലും പോളിസി മേക്കേഴ്സ് ഒക്കെ തന്നെ ആയിരുന്നാലും ശരി, ഒരുപാടധികം ക്രിട്ടിക്കൽ ആയിട്ടുള്ള കൺസേൺസ് അവര് റേസ് ചെയ്തു എന്നുള്ളത്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് എന്ന് പറയുന്നത് ആർക്കൈക് ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ സാധാ മനുഷ്യന് മനസ്സിലാക്കാൻ കഴിയാത്തത്. അപ്പോൾ ആ പഴയ നിയമങ്ങൾ എന്ന് പറയുന്നത് അതെല്ലാം ആർക്കൈക് ആയിട്ടുള്ള ഇംഗ്ലീഷിലായിരുന്നു. ആർക്കൈക് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ ഒഫീഷ്യലായിട്ട്, വളരെയധികം ഒഫീഷ്യലായിട്ട് ഇപ്പം ആ ഒരു ലാംഗ്വേജ് ഉപയോഗത്തിലില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോ അത് ശരിക്കും അങ്ങനത്തെ ഒരു ഭാഷ അതിൽ ഉപയോഗിച്ച് വന്നതുകൊണ്ട് അത് ശരിക്കും ആ ഒരു ഇന്ത്യൻ സോഷ്യോ കൾച്ചറൽ റിയാലിറ്റിയിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് ഡിസ്കണക്ട് ആയിട്ട് നിന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് സോഷ്യൽ ഇൻസെൻസിറ്റിവിറ്റി. ഇപ്പൊ സൊസൈറ്റിയുമായിട്ട്, അതായത് ഒരു ഇന്ത്യൻ സൊസൈറ്റി ആയിട്ട് ഒരുപാടധികം ഇഴുകിച്ചേർന്ന് പോകാൻ കഴിയാത്ത അല്ലെങ്കിൽ സൊസൈറ്റിയുടെ ആവശ്യങ്ങളെ കണക്കിലെടുക്കാത്ത നിയമങ്ങളായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ആ ഒരു കൊളോണിയൽ നിയമങ്ങൾ എന്ന് പറയുന്നത് എന്താ പറയേണ്ടത്, നമുക്കിവിടെ ഇഷ്യൂസ് ഉണ്ട് അല്ലെ, കാസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ട്, ജെൻഡർ ബേസ്ഡ് ആയിട്ടുള്ള ക്രൈംസ് ഉണ്ട്, നമുക്ക് സ്ത്രീകൾക്കെതിരെയുള്ള അക്രമങ്ങൾ. അപ്പോൾ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ അതാണ് ജെൻഡർ ബേസ്ഡ് ക്രൈംസ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഇതൊക്കെ ഇന്ത്യൻ സൊസൈറ്റിയിൽ ഒരുപാടധികം വന്നു. അങ്ങനെയുള്ള പ്രശ്നങ്ങളെ നേരിടാൻ ഈ നിയമങ്ങൾ സജ്ജമല്ലായിരുന്നു എന്നുള്ളതാണ്. ഇനി ആ ഒരു പ്യൂണിറ്റീവ് അല്ലെങ്കിൽ പണിഷ്മെന്റിന്റെ ഒരു ഓറിയന്റേഷൻ അത് ഏത് രീതിയിലായിരുന്നു അവര്, ഒരു കണക്കിന് നമുക്ക് പറയാം ഓവർ ക്രിമിനലൈസേഷൻ നടന്നിരുന്നു ചില സർക്കംസ്റ്റൻസസിൽ, അതേപോലെ അണ്ടർ പ്രോസിക്യൂഷനും നടന്നു. അപ്പൊ ആവശ്യത്തിനുള്ള ആ ഒരു പ്രോസിക്യൂഷൻ അവിടെ ഇല്ലായിരുന്നു എന്നാണ്. ആ സമയത്തെ നിയമങ്ങൾ ശരിക്കും എന്താ പറയേണ്ടത്, പണിഷ്മെന്റിനുള്ള ഒരു സ്ട്രക്ചർ ആയിരുന്നു. അപ്പൊ ഇതിനകത്ത് വിക്ടിം എന്ന് പറയുന്ന ആ ഒരു വ്യക്തി അല്ലെങ്കിൽ എന്താ പറയേണ്ടത് ആ കുറ്റക്കാരൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ കുറ്റം ചെയ്ത വ്യക്തി, ആ വ്യക്തിക്ക് ഒരു റിഫോം കൊണ്ടുവരിക അല്ലെങ്കിൽ ആ വിക്ടിമിനെ സംരക്ഷിക്കുക. അപ്പൊ ഇവിടെ വിക്ടിം എന്ന് പറയുന്നത് വാദി, കുറ്റക്കാരൻ എന്ന് പറയുന്നത് പ്രതി. അപ്പൊ ഈ പ്രതിക്ക് റിഫോർമേഷൻ, പ്രതിക്ക് നന്നാവാനുള്ള ഒരു അവസരം നമ്മൾ കൊടുക്കണം അല്ലെ. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ലായിരുന്നു എന്നുള്ളതാണ്. കാരണം അത് ബ്രിട്ടീഷ് രാജിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ള രീതിയിൽ മാത്രമായിരുന്നു ആ ഒരു നിയമം മുമ്പോട്ട് പോയിരുന്നത്. ഇനി മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് വളരെയധികം ഡിലേ ഉണ്ടായിരുന്ന ഒരു പ്രൊസീജിയർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അത് ഇൻഎഫിഷ്യന്റ് ആണ്. ഒരുപാട് സമയമെടുത്തിട്ടാണ് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതെങ്കിൽ അത് എന്താ പറയേണ്ടത് ഇൻഎഫിഷ്യന്റ് ആണ് ഓട്ടോമാറ്റിക്കലി. നമ്മൾ കേട്ടിട്ടില്ലേ, ജസ്റ്റിസ് ഡിലേഡ് ഇസ് ജസ്റ്റിസ് ഡിനൈഡ് എന്നുള്ളത് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അല്ലെ. അപ്പോ നമുക്ക് ആ ഒരു സമയത്ത് അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിൽ വന്ന ആ ഒരു പ്രോസസ് അല്ലെങ്കിൽ നിയമത്തിന്റെ ആ ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത് വളരെയധികം സ്ലോ ആയിരുന്നു. അപ്പൊ തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം ജസ്റ്റിസ് ഡിനൈഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പ്രത്യേകിച്ചും മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആ ഒരു കമ്മ്യൂണിറ്റീസിന്റെ കാര്യങ്ങൾ നമ്മൾ നോക്കിയാണ്. അപ്പം പല കാലഘട്ടത്തിലും ചെറിയ ചെറിയ ചേഞ്ചസ് നമ്മൾ വരുത്താനുള്ള ഒരു ശ്രമം നടത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും ശരിക്കും അതിന്റെ ഒരു ഓവറോൾ സ്ട്രക്ചർ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കൊളോണിയൽ സ്ട്രക്ചറിൽ തന്നെ അത് നിലനിന്നു. ആൻഡ് പ്രൊസീജിയർ വളരെയധികം വലുതായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ ചുരുക്കത്തിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയേണ്ടത്, ആ ഒരു കൊളോണിയൽ ലോസ് അല്ലെങ്കിൽ ആ ഒരു സമയത്ത് നിയമങ്ങൾ എന്ന് പറയുന്നത് ആ ഒരു ഇമ്പീരിയൽ കൺട്രോൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരുന്നു. ജസ്റ്റിസ് നടപ്പാക്കാൻ, നീതി നടപ്പാക്കാൻ വേണ്ടിയിട്ടല്ല ആ നിയമങ്ങൾ ഉണ്ടാക്കിയിരുന്നത്. പകരം അവരുടെ കൺട്രോൾ നിലനിർത്തുക, ആൾക്കാരെ അടിച്ചമർത്തി നിർത്തുക എന്നുള്ളതായി. അതേപോലെ അവരുടെ ആ ഒരു ആർക്കൈക്ക് ആയിട്ടുള്ള ആ ഒരു ലാംഗ്വേജ്. പിന്നെ മറ്റൊന്ന് ആ ഒരു സോഷ്യൽ ഇൻസെൻസിറ്റിവിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് സൊസൈറ്റിക്ക് ഗുണകരമായ നിയമങ്ങളല്ലായിരുന്നു.
ആൻഡ് ഈ പ്രൊസീജിയറിനകത്ത് ഉണ്ടാകുന്ന അമിതമായ താമസം, ഇതെല്ലാം ഈക്വൽ ജസ്റ്റിസിനെ ബാധിച്ചിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ ഏകദേശം ഒരു ബാക്ക്ഗ്രൗണ്ട് ഇപ്പൊ നമുക്ക് മനസ്സിലായിട്ടുണ്ടല്ലേ. അപ്പൊ പിന്നെ ഒരു റെഫോർമേഷൻ നമുക്ക് ആവശ്യമായിട്ട് തന്നെ വന്നു. സോ വാട്ട് വാസ് ദ നീഡ് ഫോർ ദ റെഫോർമേഷൻ? ഒന്ന് നമുക്കറിയാം, ആ ഒരു സൊസൈറ്റി മാറി മാറി വന്നു എന്ന് നമുക്ക് പറയാം. അതാണ് ചേഞ്ചിങ് സൊസൈറ്റിയൽ റിയാലിറ്റീസ് എന്ന് പറയുന്നത് അല്ലെ. ഇപ്പൊ മോഡേൺ ഇന്ത്യൻ സൊസൈറ്റി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാടധികം അർബനൈസേഷൻ നടക്കുന്നു, ഒരുപാടധികം ഡിജിറ്റൈസേഷൻ ഓൾറെഡി നടന്നു കഴിഞ്ഞു അല്ലെ. ആൻഡ് നമ്മുടെ സോഷ്യോ പൊളിറ്റിക്കൽ കോൺഷ്യസ്നെസ്, അപ്പൊ ആ ഒരു സോഷ്യൽ ആയിട്ടുള്ള പൊളിറ്റിക്കൽ ആയിട്ടുള്ള നമ്മുടെ ആ ഒരു ബോധം അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള അറിവ് മനുഷ്യന് കൂടി വന്നു, സൊസൈറ്റിയിൽ കൂടുതലായി വന്നു എന്നുള്ളത്. അപ്പോ എന്താണ് നിയമങ്ങളും ചെയ്യേണ്ടത്? ആ കാലത്തിനനുസരിച്ച്, മാറിയ സമൂഹത്തിനനുസരിച്ച്. അപ്പോ കോണ്ടംപററി ആയിട്ടുള്ള നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിലുള്ള ക്രിമിനൽ അല്ലെങ്കിൽ ക്രൈംസിനെ എന്താ പറയേണ്ടത്, അഡ്രസ് ചെയ്യത്തക്ക രീതിയിൽ നിയമങ്ങളെ നമുക്ക് മാറ്റേണ്ടതായിട്ട് വന്നു എന്ന് പറയാം. എന്തൊക്കെയാണ് മോഡേൺ ന്യൂ ഏജ് ക്രൈംസ് എന്ന് നമ്മൾ പറയുമ്പോൾ അന്നില്ലാതിരുന്ന ഒരു 200 വർഷങ്ങൾക്ക് മുന്നേ ഇല്ലാതിരുന്ന ഇന്നുള്ള ക്രൈംസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സൈബർ ക്രൈംസ് ഉണ്ടല്ലേ. സൈബർ ക്രൈംസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇന്റർനെറ്റുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ക്രൈമാണ് സൈബർ ക്രൈം എന്ന് പറയുന്നത്. മോബ് ലിഞ്ചിങ് ഒരു പ്രശ്നം തന്നെയാണ്. മോബ് ലിഞ്ചിങ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഒരു കൂട്ടം അക്രമാസക്തമാകുന്നതാണ് മോബ് ലിഞ്ചിങ്. ഹേറ്റ് സ്പീച്ച്, ഏതെങ്കിലും ഒരു വർഗത്തെക്കുറിച്ചോ ഒരു ജാതിയെക്കുറിച്ചോ ഒക്കെ മോശം സംസാരിക്കുക, അതാണ് ഹേറ്റ് സ്പീച്ച്. ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ക്രൈം അല്ലെ. ഇപ്പൊ ക്രൈമിന്റെ നെറ്റ്വർക്കായിട്ട് തന്നെ ക്രൈം പലപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതേപോലെ ജെൻഡർ ബേസ് ചെയ്തുകൊണ്ടുള്ള സ്ത്രീകൾക്ക് എതിരെയുള്ള ആ ഒരു അതിക്രമം, കുട്ടികൾക്ക് എതിരെയുള്ള ആ ഒരു അതിക്രമം, ഇതൊക്കെ ആണ് ലേറ്റസ്റ്റ് ആയിട്ട് വളരെയധികം കൂടി വന്നിരിക്കുന്ന അതിക്രമങ്ങൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പം ഈ അതിക്രമങ്ങളെയൊക്കെ പിടിച്ചു കെട്ടാനോ അല്ലെങ്കിൽ ഈ കുറ്റക്കാരെ ശിക്ഷിക്കാനോ ആവശ്യത്തിനുള്ള നിയമങ്ങൾ അല്ലെങ്കിൽ നടപടിക്രമങ്ങൾ നമ്മുടെ പഴയ നിയമത്തിൽ ഇല്ലായിരുന്നു എന്നുള്ളതാണ്. അതാണ് ഈ സൊസൈറ്റിയുടെ ആ ഒരു എന്താ പറയേണ്ടത് ചേഞ്ചിങ് റിയാലിറ്റീസ്. അപ്പൊ അതുകൊണ്ട് ഒരു ആവശ്യകതയായി തന്നെ വന്നു അല്ലെ, നമുക്ക് പുതിയ സൊസൈറ്റിക്ക് അനുസൃതമായ പുതിയ നിയമങ്ങൾ നമുക്ക് വേണം എന്നുള്ളത്. ഇനി മറ്റൊരു കാരണം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡീകോളനൈസേഷൻ നടത്തണം. നമുക്ക് ആ ഒരു കൊളോണിയൽ മെന്റാലിറ്റി ഇപ്പോഴും ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. കൊളോണിയൽ മെന്റാലിറ്റിയിൽ നിന്ന് മാറി വരണം ഇന്ത്യൻ ജനത. ഓക്കെ, അതേപോലെ ഡെമോക്രറ്റൈസേഷൻ, ഡെമോക്രസിക്ക് വാല്യൂ കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ വളരെ ഗ്രോയിങ് ആയിട്ടുള്ള, വളരെയധികം ആവശ്യമായിട്ടുള്ള ഈ ഒരു കാലഘട്ടത്തിന്റെ ഒരു ആവശ്യമായിട്ട് തന്നെ വന്നു ഇന്ത്യൻ നിയമങ്ങൾ എന്ന് പറയുന്നതിനെ ഡീകോളനൈസ് ചെയ്തു കൊണ്ടുവരിക എന്നുള്ളത്. അപ്പോ അതിന്റെ അർത്ഥം എന്താണ്? ശരിക്കും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ വാല്യൂസ്, ഇന്ത്യൻ മൂല്യങ്ങൾ, അതിനെ ഉയർത്തിപ്പിടിക്കത്തക്ക രീതിയിലുള്ള പുതിയ നിയമങ്ങൾ നമുക്ക് ആവശ്യമായിട്ട് വന്നു എന്നുള്ളത് അല്ലെ. അപ്പോൾ ആ ഒരു ഇമ്പീരിയൽ റെജീം നിലനിർത്തിയിരുന്ന നിയമങ്ങൾ അല്ല നമുക്കിവിടെ ആവശ്യമായിട്ടുള്ളത്. അപ്പൊ ഇതിനകത്ത് ജസ്റ്റ് ആ ഒരു ലാംഗ്വേജിലുള്ള ആ ഒരു മാറ്റം മാത്രമല്ല, ശരിക്കും ആ ഫിലോസഫി തന്നെ മാറേണ്ടതായിട്ട് വന്നു. ഫിലോസഫി എന്ന് പറയുമ്പോഴത്തേക്ക് ആ പഴയ നിയമത്തില് പണിഷ്മെന്റിനായിരുന്നു അവിടെ ഫോക്കസ് എങ്കിൽ എന്താ പറയേണ്ടത്, പുതിയ നിയമത്തിന് ഒരു റൈറ്റ്സ്, ഓരോരുത്തരുടെ ആ ഒരു ഫണ്ടമെന്റൽ റൈറ്റ്സ് നമുക്കുണ്ടല്ലോ, ആ റൈറ്റ്സിനെ ബേസ് ചെയ്തുള്ള ഒരു ജസ്റ്റിസ് നടപ്പാക്കുക എന്നാണ്. ഇനി മറ്റൊരു പ്രശ്നം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാവുന്നത് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്സ് ഒരുപാടധികം നടന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്സ് നടന്ന് ഇതൊരു ഡിജിറ്റൽ ഏജ് ആയി മാറി. ഡിജിറ്റൽ ഏജ് ആയി മാറിയപ്പോഴത്തേക്ക് എവിഡൻസ് കളക്ട് ചെയ്യുന്നതിന്, പ്രൈവസി നിലനിർത്തുന്നതിന്, സർവേലൻസ് നടത്തുന്നതിന് ഒക്കെ എന്താ പറയേണ്ടത്, ഒരു ഈ സൈബർ ഇൻവെസ്റ്റിഗേഷൻസ് നടത്തുന്നത്, ഇതൊക്കെ വളരെയധികം ചലഞ്ചിങ് ആയിരുന്നു ആ ഒരു പഴയ നിയമങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ. ഇപ്പൊ നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു എവിഡൻസ് ആക്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള പ്രൊവിഷൻസ് മാത്രമേ അതിനകത്ത് ഉണ്ടായിരുന്നുള്ളൂ ആ ഒരു ഇലക്ട്രോണിക് എവിഡൻസ് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ പലപ്പോഴും നീതി നടപ്പാക്കുന്നതിന് അതൊരു പ്രശ്നമായി മാറി എന്നുള്ളത്. ഇന്നത്തെ കാലത്ത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ,
CCTV ക്യാമറയിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ഫുട്ടേജ് ഉപയോഗിച്ച് പോലീസിനെ എന്തുമാത്രം കേസുകൾ തെളിയിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് വളരെ ചുരുക്കം സമയത്തിനുള്ളിൽ. അതേപോലെ മൊബൈൽ ഫോണിന്റെ ലൊക്കേഷൻ ട്രേസ് ചെയ്തുകൊണ്ട് എന്താ പറയേണ്ടത്, കുറ്റക്കാരെ ലൊക്കേറ്റ് ചെയ്യാനായിട്ട് പോലീസിന് വളരെ ഈസി ആയിട്ട് സാധിക്കുന്നുണ്ട് ഇന്നത്തെ കാലത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോ എന്താ പറയേണ്ടത്, ആ പഴയ നിയമം അനുസരിച്ച് നമുക്കൊരു കാലഘട്ടം ഉണ്ടായിരുന്നു, ഒരു തരത്തിലുള്ള ഇലക്ട്രോണിക് എവിഡൻസും ഒരു എന്താ പറയണ്ടേ എവിഡൻസ് ആയിട്ട് ഉപയോഗിക്കാൻ സാധ്യമല്ലാത്ത ഒരു കാലഘട്ടം നമുക്ക് ഉണ്ടായിരുന്നു. അതെല്ലാം ഇപ്പൊ മാറി എന്ന് നമുക്ക് പറയാം, അല്ലെ? അപ്പോ നമ്മുടെ ആ ഒരു പ്രൊസീജിയറൽ ജസ്റ്റിസ് എഫിഷ്യന്റ് അല്ലായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ അതിന്റെ ആ ഒരു എഫിഷ്യൻസി കൂടുതൽ ആക്കി കൊണ്ടുവരിക. അപ്പൊ ട്രയൽസ് നടത്തുന്നതിന് കോടതിയുടെ നടപടിക്രമമാണല്ലോ ട്രയൽ എന്ന് പറയുന്നത്. അതിലുണ്ടാകുന്ന ഡിലേ, നമ്മുടെ ജയിലുകൾ വളരെയധികം ഓവർ ക്രൗഡഡ് ആയിട്ടിരിക്കുന്നത്, എന്താ പറയേണ്ടത്, ഒരു ഹ്യൂജ് ബാക്ക്ലോഗ് ഓഫ് കേസസ് നമ്മുടെ കോടതികളിൽ കെട്ടിക്കിടക്കാനായിട്ട് തുടങ്ങി. അപ്പോ ഇതൊക്കെ വേഗത്തിൽ തീർത്ത് എന്താ പറയേണ്ടത്, തീർപ്പ് കൽപ്പിക്കുന്നതിനുള്ള പ്രൊസീജിയറിന്റെ ഒരു സ്ട്രീം ലൈനിങ് ഇവിടെ നടന്നു. ഉത്തരവാദിത്വം ഓരോ തലത്തിലുള്ള ഉദ്യോഗസ്ഥന്മാർക്കും അവിടെ കൂടി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആൻഡ് ആ ഒരു വിക്ടിം സെൻട്രിക് ആയിട്ടുള്ള ഒരു ജസ്റ്റിസ് നടപ്പാക്കുക. അപ്പൊ നമുക്കറിയാം വിക്ടിം എന്ന് പറയുന്നത് ഇതില് വാദിയാണല്ലേ, പ്രതി എന്ന് പറയുന്നതല്ല വിക്ടിം. വിക്ടിം വാദിയാണ്. സാധാരണഗതിയിൽ ഒരു കേസിൽ വിക്ടിമാണ് വാദിയായിട്ട് വരുന്നത്, പ്രതിയായിട്ടില്ല. പ്രതിയാണ് കുറ്റം ചെയ്ത വ്യക്തി, വിക്ടിമാണ് ആ ഒരു കുറ്റം ചെയ്യപ്പെട്ട വ്യക്തി എന്ന് നമുക്ക് പറയാം. അപ്പൊ ആ വിക്ടിമിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് അത് വരണം, അല്ലാതെ രാജ്യത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടല്ല അത് വരേണ്ടത്. എന്നാൽ രാജ്യത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് വരേണ്ട സാഹചര്യങ്ങൾ അവിടെയുണ്ട്. അത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇത് മാത്രമല്ല, അറ്റ് ദ സെയിം ടൈം ഒന്ന് ആ ഒരു ലീഗൽ പ്രൊസീജിയർ സ്ട്രീം ലൈൻ ചെയ്യുക, ടൈം ബൗണ്ട് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻസ് നടത്തുക, ലോ എൻഫോഴ്സ്മെന്റിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകൾക്കും ഉത്തരവാദിത്വങ്ങൾ അവരുടേത് കൃത്യമായിട്ട് കൊടുക്കുക. അതേപോലെ വിക്ടിം സെൻട്രിക് ആയിട്ടുള്ള ഒരു ജസ്റ്റിസ് നടപ്പാക്കുക. അപ്പൊ ഫെയർ ആയിട്ടുള്ള ജസ്റ്റിസ് ഇവിടെ ഉറപ്പിക്കാനായിട്ട് സാധിക്കും. അതേപോലെ ഒരുപാടധികം ട്രാൻസ്പെറൻസി ഇതിനകത്ത് കൊണ്ടുവരാനായിട്ടും സാധിക്കും. അപ്പൊ ഇതാണ് ആ ഒരു എന്താ പറയേണ്ടത് പുതിയ കാലത്തെ ആവശ്യകത എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങനെയാണ് എന്താ പറയേണ്ടത് 2023 നമുക്ക് ഭാരതീയ ലീഗൽ കോഡ്സ് തുടങ്ങിയത്. അപ്പൊ ഞാനീ പറഞ്ഞ 3 സംഗതികളും ഭാരതീയ ന്യായ സംഹിത BNS, അതേപോലെ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത BNSS, അതേപോലെ ഭാരതീയ സാക്ഷ്യ അധിനിയം. ഓക്കെ, അധിനിയം, ഇതൊക്കെ ഹിന്ദി വാക്കുകളാണ്, അതുകൊണ്ടാണ് അതൊന്ന് വായിച്ച് നമുക്ക് നോക്കേണ്ടത്. നമ്മൾ ആ ഒരു രീതിയിലല്ല. BSA അതാണ് 3ാമത്തെ. ഓക്കെ, അപ്പോ ഈ 3 അവിടെ വന്നു. അപ്പൊ നമുക്കിപ്പോ അറിയാം ഒരുപാടധികം ചാലഞ്ചസ് നമ്മൾ ഒരുപാടധികം ഫേസ് ചെയ്തു. അതിന് ആ ചാലഞ്ചസിനെയൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് ഇന്ത്യൻ പാർലമെന്റ് ഒരുപാടധികം എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള എന്താ പറയേണ്ടത് ചർച്ചകളും കൺസൾട്ടേഷൻസും കമ്മിറ്റികളെയൊക്കെ രൂപീകരിച്ച് എന്താ പറയേണ്ടത് പുതിയ 3 ക്രിമിനൽ ലോസ് 2023 എന്താ പറയേണ്ടത് ആ ഒരു ലോസ് എനാക്ട് ചെയ്യപ്പെട്ടു എന്ന്. അപ്പൊ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ നിയമങ്ങൾ നമ്മൾ നോക്കിയാൽ ഒരു കംപ്ലീറ്റ് ഓവറോൾ ആണ് നടന്നിരിക്കുന്നത്. ആ ഒരു കൊളോണിയൽ ഇറയിൽ നിന്ന് മാറി വന്നിരിക്കുന്നു. അപ്പൊ ഇത് എഫക്റ്റ് ആയത് ജൂലൈ 1, 2024 അപ്പം ആ എഫക്റ്റീവ് ആയതെന്ന് പറഞ്ഞാൽ അന്ന് മുതലാണ് അത് നടപ്പിലായത്. ഡിസംബർ 2023 അത് പാസ്സായി. ആൻഡ് ജൂലൈ 1, 2024 ഇത് പ്രാബല്യത്തിൽ വന്നത്. അല്ലെങ്കിൽ അന്ന് മുതലാണ് ഈ എന്താ പറയണ്ട ഭാരതീയ ലീഗൽ കോഡ്സ് ഉപയോഗിച്ച് തുടങ്ങിയത് നമ്മുടെ നിയമം നടപ്പാക്കുന്നതിന്. അപ്പൊ അതിലും ചെറിയ എക്സെപ്ഷൻസ് ആ ഒരു സമയത്തുണ്ടായിരുന്നു. അപ്പൊ എന്തൊക്കെയാണ് ഈ എക്സെപ്ഷൻസ് എന്ന് നമുക്ക് നോക്കാം. അപ്പോ BNSന്റെ കാര്യം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ BNS ശരിക്കും അത് ഇന്ത്യൻ പീനൽ കോഡിനെയാണ് റീപ്ലേസ് ചെയ്തത്. 1860 ഇന്ത്യൻ പീനൽ കോഡ് IPCക്ക് പകരം വന്നിരിക്കുന്നതാണ് BNS, ഭാരതീയ ന്യായ സംഹിത 2023. ഓക്കെ, അപ്പൊ ഇതിന്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ പുതിയ ഒഫൻസസ് ഇതിനകത്ത് ആഡ് ചെയ്തു എന്ന് പറയാം. ടെററിസം, മോബ് ലിഞ്ചിങ്, അങ്ങനെയൊക്കെയുള്ള ആൻഡ് ജെൻഡർ സെൻസിറ്റീവ് ആയിട്ടുള്ള ലീഗൽ ഡെഫിനിഷൻസ് ഒരുപാടധികം പുതിയതായിട്ട് വന്നു. അതേപോലെ റെഫോമേറ്റീവ് ജസ്റ്റിസും വിക്ടിം റൈറ്റ്സ്, വിക്ടിമിന്റെ ആ ഒരു വാദിയുടെ റൈറ്റ്സ് സംരക്ഷിക്കുക അല്ലേ. അതേപോലെ റെഫോമേറ്റീവ് ജസ്റ്റിസ് ആൻഡ് പണിറ്റീവ് ജസ്റ്റിസ്,
പ്യൂണിറ്റീവ് അല്ലെങ്കിൽ പണിറ്റീവ് ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ അവിടെ പണിഷ്മെന്റിലാണ് ഫോക്കസ്. റെഫർമേഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു വ്യക്തിയെ നമുക്ക് നന്നാക്കി എടുത്ത് തിരിച്ച് സൊസൈറ്റിയിലേക്ക് ജീവിക്കാൻ പ്രാപ്തനാക്കി കൊണ്ടുവരാനായിട്ട് സാധിക്കത്തക്ക രീതിയിലുള്ള ജസ്റ്റിസ് എന്നുള്ളതാണ്. അപ്പൊ ഇതൊക്കെയാണ് ശരിക്കും അതിന്റെ കീ ഫീച്ചേഴ്സ്, പ്രധാനമായിട്ട് ഇതിനകത്ത് വന്നേക്കുന്ന ചേഞ്ചസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത 2023 BNSS. അപ്പോ ഇതെന്താണ്? നമ്മുടെ ക്രിമിനൽ പ്രൊസീജിയർ കോഡ് 1973 നിലവിൽ വന്ന ക്രിമിനൽ പ്രൊസീജിയർ കോഡിനെയാണ് ഇവിടെ റീപ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ ക്രിമിനൽ കേസുകൾ ഹാൻഡിൽ ചെയ്യുന്ന പ്രൊസീജിയേഴ്സ് ആണ് ശരിക്കും ഇതിനകത്ത്, അല്ലേ? അപ്പൊ എന്താണ് ആ ഒരു അറസ്റ്റിനുള്ളത്, ബെയിലിനുള്ളത്, ബെയിൽ ജാമ്യം, അതേപോലെ FIR നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ, ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട്, FIR ആൻഡ് ട്രയലിനുള്ള പ്രൊസീജിയേഴ്സ്. ആൻഡ് ഇന്നത്തെ കാലത്ത് എന്താ ഡിജിറ്റൽ FIR ആണ് ഇപ്പം ശരിക്കും നടക്കുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലെ. ഇപ്പൊ പോലീസ് ഉദ്യോഗസ്ഥന്മാര് വലിയ 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 പേപ്പറുകളിൽ എഴുതി അത് ഫയലായിട്ട് സൂക്ഷിക്കുന്നതിന് പകരം ഇന്ന് എല്ലാം ഡിജിറ്റൽ ഫോർമാറ്റിലേക്ക് മാറിയിരിക്കുന്നു എന്നുള്ളത്. ആൻഡ് എന്താ ടൈം ബൗണ്ട് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻസ്, ഒരു കൃത്യ സമയം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഓരോ തരത്തിലുള്ള ഇൻവെസ്റ്റിഗേഷനും പൂർത്തിയാക്കുന്നതിന് വേണ്ടിയിട്ട്. ആൻഡ് പോലീസ് സേനയുടെ അക്കൗണ്ടബിലിറ്റി, അവരുടെ ഉത്തരവാദിത്വങ്ങൾ ഒരുപാടധികം കൂടി വന്നിട്ടുണ്ട് എന്ന് വേണമെങ്കിലല്ല എന്ന് തന്നെ നമുക്ക് ഇതിൽ നിന്ന് അനുമാനിക്കാം. അതാണ് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത. ഓക്കെ, ആൻഡ് അടുത്തത് നമുക്കുള്ളത് BSA ആണ്, ഭാരതീയ സാക്ഷ്യ അധിനിയം. ഓക്കെ, ഇന്ത്യൻ എവിഡൻസ് ആക്ട് എന്നുള്ളതാണ്, അതാണ് ശരിക്കും ഈ BSA ആയി മാറിയത്. അപ്പൊ ഇത് മൂന്നും പ്രത്യേകം നോക്കിക്കോളൂ. 2023 മൂന്നും 2023 എന്നുള്ളതാണ്. അപ്പൊ മൂന്നും ഒരേപോലെയാണ് പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ കീ ഫീച്ചേഴ്സ് എന്താണ്? ഇവിടെ ഇനിയിപ്പം ഇലക്ട്രോണിക് ആൻഡ് ഡിജിറ്റൽ എവിഡൻസ് ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ആൻഡ് ട്രൂത്ത്, സത്യം പുറത്തു കൊണ്ടുവരിക, ആ ട്രൂത്ത് ഡിസ്കവറി, അതിലാണ് ഇതിന്റെ ഫോക്കസ് കൂടുതലും കിടക്കുന്നത്. ആൻഡ് ആ ഒരു ടെക് അഡാപ്റ്റബിൾ ആയിട്ടുള്ള പ്രൊസീജിയേഴ്സിൽ പ്രാധാന്യം കൊടുക്കുന്നു, ടെക്നോളജി ഉപയോഗിക്കുന്നതിൽ പ്രാധാന്യം കൊടുക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ ഈ മൂന്ന് നിയമങ്ങൾ BNSS, BSA ശരിക്കും ആ ഒരു കൊളോണിയൽ കാലഘട്ടത്തിലുള്ള പുരാതനമായ ആ ഒരു എന്താ പറയേണ്ടത്, ബ്രിട്ടീഷ് രാജിന് അവർക്ക് എന്താ പറയേണ്ടത്, നിയമം നടപ്പാക്കുക എന്നുള്ളതല്ല, അവർക്ക് ഭരിക്കാനായിട്ട് കഴിയുക, അതിനു വേണ്ടിയിട്ട് ജനത്തെ അടിച്ചമർത്തി നിർത്തുക, അതിന് പകരം മോഡേൺ റിയാലിറ്റീസിനെ കണക്കിലെടുത്തുകൊണ്ട് നമുക്ക് നിയമങ്ങൾ വന്നതായിട്ട് കാണാം അല്ലെ. അപ്പൊ എന്തായിരുന്നു ഇതിന്റെ പിന്നിലെ ആ ഒരു ഫിലോസഫി, അല്ലെങ്കിൽ വാട്ട് ഇസ് ദ മേജർ ഫിലോസഫിക്കൽ ഷിഫ്റ്റ് ഇൻ ദ ക്രിമിനൽ ലോ എന്ന് നമ്മൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ ലെജിസ്ലേഷൻസ് ഒക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം, പ്രത്യക്ഷത്തിൽ നമ്മൾ കാണാൻ കഴിയുന്നത് ആ ഒരു കൊളോണിയൽ ലീഗൽ ചിന്താഗതിയിൽ നിന്ന് മാറി ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഈത്തോസ് മെയിൻറ്റെയിൻ ചെയ്യത്തക്ക രീതിയിൽ. ഇപ്പൊ കൊളോണിയൽ ചിന്താഗതി എന്ന് പറയുമ്പോഴത്തേക്ക് അവരുടെ ഫോക്കസ് എന്ന് പറഞ്ഞിരുന്നത്, അല്ലെങ്കിൽ അവരുടെ ഫോക്കസ് എന്ന് വെച്ചിരുന്നത് മൊത്തം ആ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള കൺട്രോൾ, അവർക്ക് ഒരു ബിസിനസ് നടത്തുന്നത് പോലെ ഇന്ത്യ മഹാരാജ നടത്തിക്കൊണ്ട് പോവുക എന്നുള്ളതായിരുന്നു അല്ലെ. അപ്പോ സ്റ്റേറ്റിനെ സംരക്ഷിക്കത്ത രീതിയിൽ, ആ സമയത്ത് സ്റ്റേറ്റ് ആരാണ്? ബ്രിട്ടീഷ് രാജാണ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് അല്ലെ. അപ്പോ അവരുടെ ആ ഒരു സ്റ്റേറ്റ് സോവറിനിറ്റി, സ്റ്റേറ്റിന്റെ ഫ്രീഡത്തിലായിരുന്നു അതിനുള്ള ആ ഒരു ഫോക്കസ് എന്ന് പറയുന്നത്. അതിന് ശേഷം നമ്മുടെ ആ ഒരു എന്താ പറയേണ്ടത്, കോൺസ്റ്റിറ്റ്യൂഷണൽ ഈത്തോസ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള നമ്മുടെ റൈറ്റ്സ്, മനുഷ്യന്റെ ആ ഒരു ഡിഗ്നിറ്റി, മനുഷ്യൻ എന്നുള്ളതിന്റെ ആ ഒരു മൂല്യം, ആൻഡ് പാർട്ടിസിപ്പേറ്ററി ജസ്റ്റിസ്. പാർട്ടിസിപ്പേറ്ററി ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ പാർട്ടിസിപ്പേറ്ററി ജസ്റ്റിസിന്റെ ഭാഗമായിട്ടാണ് പ്രതിയായിട്ട് ആരോപിക്കപ്പെട്ടിട്ടുള്ള വ്യക്തിക്ക് അവിടെ എന്താ പറയേണ്ടത്, അവരുടെ ഭാഗം പറയാനായിട്ട് സാധിക്കുന്നത്. അത് പാർട്ടിസിപ്പേറ്ററി ജസ്റ്റിസ് ആയതുകൊണ്ടാണ്. അപ്പോൾ ഈ നിയമങ്ങളിൽ വന്നിരിക്കുന്ന ആ ഒരു ഫിലോസഫിക്കൽ ഷിഫ്റ്റ് ഇത് ആണ് എന്നുള്ളത് നമുക്ക് ഇപ്പം മനസ്സിലായി അല്ലെ. അപ്പോ എന്താ പറയേണ്ടത്, നമ്മൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ കുറെ കൂടെ ഇന്ത്യനൈസ്ഡ് ആയിട്ടുള്ള ലീഗൽ ലാംഗ്വേജ് വന്നു, നമ്മുടെ കൾച്ചറിന് അനുയോജ്യമായ കോൺസെപ്റ്റ്സ് അവിടെ വന്നു എന്നുള്ളത്. അപ്പോൾ ഇന്ത്യനൈസ് ചെയ്തു ആ ഒരു ലീഗൽ ലാംഗ്വേജും കോൺസെപ്റ്റ്സ് അല്ലേ. ആൻഡ് എന്താ പറയേണ്ടത്, greater recognition of victim rights and victim participation in justice.
അപ്പൊ ഇവിടെ പ്രതിയും വാദിയും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. അതുകൊണ്ടാണ് വാദിയും പ്രതിയും കോടതിയിൽ പോകേണ്ടതായിട്ട് വരുന്നത്. കുറെ കൂടെ സ്ട്രോങ്ങർ പ്രൊവിഷൻസ് നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിച്ച് ആ ജെൻഡർ ബേസ്ഡ് ആയിട്ടുള്ള വയലേഷൻസിൽ, അതേപോലെ കാസ്റ്റ് അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള, ജാതി അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ആ ഒരു അട്രോസിറ്റീസിൽ അല്ലെങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളിൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ ഇവിടെ നമ്മൾ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ റെസ്റ്റോറേറ്റീവ് ജസ്റ്റിസ്. റെസ്റ്റോറേറ്റീവ് എന്ന് പറയുമ്പോഴത്തേക്ക് പണിഷ്മെന്റ് മാത്രമല്ല, പുനരുദ്ധാരണവും കൂടെ അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ആൻഡ് കമ്മ്യൂണിറ്റി ഓറിയന്റഡ് ജസ്റ്റിസ് സിസ്റ്റംസ് നടപ്പാക്കിയെടുക്കുക. അപ്പൊ കമ്മ്യൂണിറ്റി ഓറിയന്റഡ്, ആ കമ്മ്യൂണിറ്റി ജസ്റ്റിസ് അതിൽ ഫോക്കസ് വരുന്നു എന്നുള്ളത്. അപ്പൊ എന്താണ് ഇന്ത്യയുടെ ആ ഒരു എന്താ പറയേണ്ടത്, കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി, ഇന്ത്യയുടെ ആ ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, ഇതിനെയൊക്കെ അപ്ഹോൾഡ് ചെയ്ത് ഇതിനെയൊക്കെ നിലനിർത്തിക്കൊണ്ട് എന്താ പറയേണ്ടത്, ആ ഒരു ഗ്ലോബൽ ഹ്യൂമൻ റൈറ്റ്സിന്റെ ഫ്രെയിംവർക്കിൽ നമ്മുടെ നിയമങ്ങൾ അതിന്റെ ഒരു ഗ്ലോബൽ സ്റ്റാൻഡേർഡ്സിലേക്ക് നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. അപ്പോ അവര് ഈ ഇന്ത്യ മഹാരാജ്യത്തെ സിറ്റിസൻസിനെ പണിഷ് ചെയ്യുന്നതിന് പകരം ഫോക്കസ് ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നത് സിറ്റിസൻസിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു എംപയർ സെൻട്രിക്, എംപയർ എന്ന് പറയുമ്പോഴത്തേക്ക് ബ്രിട്ടീഷ് എംപയർ അല്ലെ, ആ ഒരു എംപയർ സെൻട്രിക് ആയിട്ടുള്ള ചിന്താഗതിയിൽ നിന്ന് ഒരു പീപ്പിൾ സെൻട്രിക് ആയിട്ടുള്ള ഒരു ജസ്റ്റിസിലേക്ക് ഇത് മാറി എന്ന് പറയാം. എംപയർ സെൻട്രിക് എന്ന് പറയുമ്പോൾ ആ സ്റ്റേറ്റിന് മാത്രമാണ്. അപ്പൊ അവർക്ക് എന്താ പറയേണ്ടത്, അടിച്ചമർത്തി നിർത്തുന്നതിന് വേണ്ടിയിട്ടുണ്ടായിരുന്ന നിയമങ്ങൾ അത് മാറി പീപ്പിൾ സെൻട്രിക് ജസ്റ്റിസ് ആയിട്ട് മാറി എന്നുള്ളതാണ്. അതാണ് കമ്മ്യൂണിറ്റി ഓറിയന്റഡ് ജസ്റ്റിസ് സിസ്റ്റംസ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് പറഞ്ഞത്, നമ്മുടെ ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റിയുമായിട്ട് അത് അലൈൻ ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണലിലെ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്നു എന്നുള്ളതാണ്. അപ്പോ നമ്മുടെ ഓരോ നിയമവും അല്ലെങ്കിൽ ഓരോ കോഡും നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഫണ്ടമെന്റൽ റൈറ്റ്സ്, കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസ് ആൻഡ് ഗ്ലോബൽ ഹ്യൂമൻ റൈറ്റ്സ് ഫ്രെയിംവർക്ക്, ഇതിനെ ഒക്കെ ഫോക്കസ് ചെയ്ത് അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രതിഫലനം നമുക്ക് ഓരോന്നിലും കാണാം എന്നുള്ളതാണ്. ഇനി ഇതിന്റെ ഇംപ്ലിമെന്റേഷൻ എങ്ങനെയാണ്, ഈ പുതിയ ക്രിമിനൽ കോഡ്സിന്റെ ഇംപ്ലിമെന്റേഷൻ എങ്ങനെ വന്നു എന്ന് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, അപ്പോ ഈ എന്താ പറയേണ്ടത്, ഈ പുതിയ ക്രിമിനൽ ലോസിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ലെജിസ്ലേറ്റീവ് പ്രോസസ്സിന്റെ കാര്യമാണ് ശരിക്കും നമ്മൾ ഇവിടെ ഈ പറയുന്നത്. ഇപ്പൊ BNS ആയാലും BNSS ആയിരുന്നാലും BSA ആയിരുന്നാലും അല്ലെ, ഇത് വളരെ സ്വിഫ്റ്റ് ആയിട്ട് യൂണിഫൈഡ് ആയിട്ട് ഒരേപോലെ നടന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇതിന്റെ ഇംപ്ലിമെന്റേഷൻ എന്ന് പറയുന്നത് കുറെ കൂടെ അധികം കാൽക്കുലേറ്റീവ് ആയിട്ടുള്ള ഒരു ഫേസ്ഡ് ആയിട്ടുള്ള ഘട്ടം ഘട്ടമായിട്ടുള്ള ഒരു അപ്രോച്ച് ആണ് എന്താ പറയേണ്ടത് നമ്മൾ എടുത്തിട്ടുള്ളത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പം ഗവൺമെന്റിന്റെ ഒരു സ്ട്രാറ്റജി ഇവിടെ എന്ന് പറയുന്നത് ആൻഡ് ലീഗൽ ആയിട്ടുള്ള ഒരു 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 തയ്യാറെടുപ്പ്, ജനം തയ്യാറെടുക്കണം, ഉദ്യോഗസ്ഥർ തയ്യാറെടുക്കണം, നിയമവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാവരും, പോലീസായാലും കോടതികളായാലും വക്കീലായാലും എല്ലാവർക്കും തയ്യാറെടുക്കണം. അതേപോലെ ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്രിപ്പയർഡ്നെസ് കൊണ്ടുവരിക. ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് നിയമം നടപ്പാക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലെ. അപ്പോ അത് ഒക്കെ ഉറപ്പുവരുത്തി എവരെയൊക്കെ, അതായത് ഈ നിയമം നടപ്പാക്കേണ്ടവരെ ആദ്യം സജ്ജമാക്കിയിട്ട് വേണം പുതിയ നിയമങ്ങൾ കൊണ്ടുവരാനായിട്ട്. അതാണ് ആ ഒരു എന്താ പറയണ്ടേ ഫേസ്ഡ് ആയിട്ടുള്ള പ്രാഗ്മാറ്റിക് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി എടുത്തത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇനി ഇതിന്റെ പ്രധാനപ്പെട്ട ഡേറ്റുകൾ, ഇത് നമ്മൾ പ്രത്യേകം ഓർത്ത് വെച്ചോളുക. ഈ പ്രധാനപ്പെട്ട ഡേറ്റുകൾ എന്ന് പറയുന്നത്, അപ്പൊ ഈ 3 ലെജിസ്ലേഷൻസും പാർലമെന്റ് എനാക്ട് ചെയ്തത് ഡിസംബർ 2023 ഓക്കെ, ഡിസംബർ 2023 ആൻഡ് അതിന്റെ ആ ഒരു ഒഫീഷ്യൽ ഗസറ്റ് നോട്ടിഫിക്കേഷൻ വന്നത് ഡിസംബർ 25, 2023 അപ്പൊ ഇതൊക്കെ എന്താ പറയേണ്ടത് നിങ്ങളുടെ നോട്ട്സിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ആ ഒരു ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ സ്റ്റേറ്റ് ചെയ്തിരുന്നത്, അതിനകത്ത് മെജോറിറ്റി ആയിട്ടുള്ള പ്രൊവിഷൻസ്, കൂടുതൽ പ്രൊവിഷൻസും എന്താ പറയേണ്ടത് വുഡ് കം ഇൻ ടു ഫോഴ്സ് അറ്റ് എ ഫ്യൂച്ചർ ഡേറ്റ്, ഭാവിയിൽ ഒരു ദിവസത്തിൽ അത് നിലവിൽ വരുമെന്നായിരുന്നു അന്ന് അത് പറഞ്ഞിരുന്നത്. അതെന്തിനു വേണ്ടിയിട്ടാണ്, നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു തയ്യാറെടുപ്പിനുള്ള ഒരു സമയം എന്നുള്ള ആ ഒരു രീതിയിൽ. ഓക്കെ, അപ്പൊ ഒരു ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ശരിക്കും ഇൻഡിക്കേറ്റ് ചെയ്തത്, ഇപ്പൊ ഗസറ്റ് നോട്ടിഫിക്കേഷൻ വന്നത് ഡിസംബർ 25, 2023 അത് നോട്ടിഫിക്കേഷൻ വന്ന ദിവസമാണ്
നിയമം മാറാൻ പോകുന്നു അല്ലെങ്കിൽ നിയമം മാറി എന്നുള്ളത്. ഭാവിയിൽ ഒരു ഡേറ്റിലാണ് അതിന്റെ പ്രാബല്യത്തിൽ വന്നത് എങ്കിലല്ലേ നമുക്ക് തയ്യാറെടുക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ എന്താണ് ഇതിന്റെ ആ ഒരു ഡേറ്റ് ഓഫ് കമൻസ്മെന്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അപ്പം എന്താ പറയേണ്ടത്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഒഫീഷ്യലായിട്ട് ഈ പുതിയ ക്രിമിനൽ ലോസിനെ അത് പ്രാബല്യത്തിൽ വരും എന്ന് ഡിക്ലെയർ ചെയ്തിരുന്ന ഡേറ്റ് ജൂലൈ 1, 2024. ഇവിടെ നോക്കിക്കോ, ഡിസംബർ മുതൽ തുടങ്ങി 25 ഡിസംബർ 2023 മുതൽ തുടങ്ങി ജൂലൈ 1, 2024 വരെ ആണ് ആ ഒരു സമയം കൊടുത്തിരുന്നത് എല്ലാവർക്കും തയ്യാറെടുക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഒരു നേഷൻ വൈഡ് ലീഗൽ ട്രാൻസിഷൻ തന്നെയാണ് ഇതിനകത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. എന്താ പറയേണ്ടത്, ആ ഒരു കൊളോണിയൽ കാലഘട്ടത്തോടെ നിയമത്തിൽ നിന്ന് ഇന്ത്യനൈസ്ഡ് ആയിട്ടുള്ള ക്രിമിനൽ കോഡ്സിലേക്ക് എന്ന് വേണമെങ്കിൽ നമുക്ക്. അപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ പ്രൊസീജിയറിലും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മാറ്റം വന്നിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ പുതിയ FIR എങ്ങനെ, ട്രയൽ എങ്ങനെ നടത്തുന്നത്, എന്താ പറയേണ്ടത്, എവിഡൻസിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നൊക്കെയുള്ളത് ആ ഒരു ഡേറ്റ് മുതൽ അത് പുതിയ നിയമം അനുസരിച്ച് BNSഉം BNSSഉം BSAയും അനുസരിച്ച്, ഇപ്പൊ BNSൽ എന്താണെന്നും BNSSൽ എന്താണെന്നും BSA എന്താണ് കവർ ചെയ്യുന്നതെന്നും ഏത് നിയമങ്ങളെ ഇത് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് വന്നേക്കുന്നതും എന്നൊക്കെയുള്ളത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലായി അല്ലെ. അപ്പോ ഇതും കൂടെ നമ്മൾ ഒന്ന് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. അപ്പോൾ ഇതിനകത്ത് കുറച്ച് എക്സെപ്ഷൻസ് വീണ്ടും ഡിഫർ ചെയ്ത് മറ്റൊരു ഡേറ്റിൽ പ്രാബല്യത്തിൽ വന്ന പ്രൊവിഷൻസ് എങ്ങനെയാണ്, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഘട്ടം ഘട്ടമായിട്ടെന്നുള്ളത്. അപ്പോൾ ഈ ജൂലൈ 1, 2023 പ്രാബല്യത്തിൽ വന്നുവെങ്കിലും ചില സെക്ഷൻസ് അത് അന്നത്തെ ദിവസം എൻഫോഴ്സ് ചെയ്യപ്പെട്ടില്ല. ഓക്കെ, അപ്പോ ഒന്ന് സെക്ഷൻ 106(2) ഓഫ് BNS. ദിസ് വാസ് റിലേറ്റഡ് ടു കമ്മ്യൂണിറ്റി സർവീസ്. ഇപ്പൊ കമ്മ്യൂണിറ്റി സർവീസിനെ ഒരു ഫോം ഓഫ് പണിഷ്മെന്റ് ആയിട്ട്, ഇപ്പൊ കമ്മ്യൂണിറ്റി സർവീസ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, അപ്പൊ ചെറിയ പെറ്റി ആയിട്ടുള്ള ഒഫൻസസിന്, ചെറിയ കുറ്റങ്ങൾക്ക് കമ്മ്യൂണിറ്റി സർവീസ്, കമ്മ്യൂണിറ്റിയെ സേവിക്കുക, അപ്പൊ ഇത്ര മണിക്കൂർ അല്ലെങ്കിൽ ഇത്ര ദിവസം കമ്മ്യൂണിറ്റി സേവനം അനുഷ്ഠിക്കണം എന്നുള്ള ഒരു പണിഷ്മെന്റ് കൊണ്ടുവരുന്നത് ഒന്ന് ഡിഫർ ചെയ്ത് വെച്ചിരിക്കുക. അപ്പൊ അത് സെക്ഷൻ 106(2) BNSനെ പ്രകാരം. അതേപോലെ പ്രൊസീജിയറൽ ആൻഡ് ലോജിസ്റ്റിക്കൽ റെഡിനെസിനെയും അവിടെ ഒന്ന് ഡിഫർ ചെയ്തു എന്ന് നമുക്ക് പറയാം. അപ്പൊ ഇതിന്റെ നടപടിക്രമങ്ങൾ, ലോജിസ്റ്റിക്കൽ റെഡിനെസ് എന്ന് പറയുമ്പോഴത്തേക്ക് പുതിയ നിയമം നടപ്പാക്കുന്നതിന് പുതിയ കാര്യങ്ങൾ ആവശ്യമായിട്ട് വരും. അപ്പോ അതെല്ലാം എത്തിക്കേണ്ടടുത്തെല്ലാം എത്തിക്കണം അല്ലെ. അപ്പോ ആ ഒരു പ്രൊസീജിയറൽ പ്രിപ്പയർനെസ് ഉണ്ടാകുന്ന, നടപ്പാക്കാൻ സജ്ജമാകുന്നിടം വരെ കോടതികൾ സജ്ജമാകണം, പോലീസ് സ്റ്റേഷൻ അതിന് സജ്ജമാകണം, നമുക്ക് എന്തെങ്കിലും ലീഗൽ സിസ്റ്റംസ് നിലവിലുണ്ടെങ്കിൽ ആ സിസ്റ്റംസ് മാറ്റണം. അതേപോലെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന വ്യക്തികളെ ട്രെയിൻ ചെയ്ത് അവരെ പുതിയ നിയമം ഹാൻഡിൽ ചെയ്യുന്നതിന് സജ്ജമാക്കി കൊണ്ടുവരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താ പറയേണ്ടത്, അതിന്റെ പ്രൊസീജിയറൽ ആൻഡ് ലോജിസ്റ്റിക്സ് റെഡിനെസ് ആകുന്നതിന് വേണ്ടി വീണ്ടും ഒരു ഫെർദർ എന്താ പറയേണ്ടത് ആയിട്ടുള്ള ഒരു ഡെഫറിങ് ഇവിടെ നടന്നു എന്ന് പറയും. ആൻഡ് അതേപോലെ എൻട്രി റിലേറ്റഡ് ടു സെക്ഷൻ 106(2). അപ്പൊ 106(2) കുറിച്ചുള്ള ആ ഒരു കറസ്പോണ്ടിങ് എൻട്രി, അഫേഴ്സ് ഷെഡ്യൂളിൽ വരുന്ന കറസ്പോണ്ടിങ് എൻട്രി. അപ്പൊ അതിനെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം നമുക്കറിയാം, അതായത് ഈ ഒരു പ്രൊസീജിയറൽ റൂൾസ്, പ്രത്യേകിച്ചും ആ സെന്റൻസിങ് എന്ന് പറയുന്നത് എന്താണ്, ഒരു വ്യക്തിയെ ഇത്ര കൊല്ലം ശിക്ഷയ്ക്ക് വിധിക്കുന്നതാണ് സെന്റൻസിങ് എന്ന് പറയുന്നത്. അപ്പൊ ഈ സെന്റൻസിങ്ങിനെ ചുറ്റിപ്പറ്റിയുള്ള പ്രൊസീജിയറൽ റൂൾസ് ശരിക്കും എന്താ പറയേണ്ടത്, ആ ഒരു നമ്മുടെ ക്രിമിനൽ പ്രൊവിഷൻസുമായിട്ട് അതിനെ അലൈൻ ചെയ്ത് നമുക്ക് കൊണ്ടുവരണം അല്ലെ. അപ്പോ ഒരു ക്രിമിനൽ പ്രൊസീജിയറിൽ അല്ലെങ്കിൽ ഒരു കുറ്റകൃത്യത്തിന് എന്താണ് അതിന് കൊടുക്കേണ്ടിയ ആ ഒരു ശിക്ഷ എന്നുള്ളത് അത് BNSSൽ അതിന്റെ ഒരു കറസ്പോണ്ടിങ് എൻട്രി ആയിട്ട് അവിടെ വരണം. ആ ഒരു അപ്പോ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ പറയേണ്ടത്, അതും ആ ഒരു സെയിം ദിവസം ആക്ടിവേറ്റ് ആകുന്നതിൽ നിന്ന് എക്സ്ക്ലൂഡ് ചെയ്ത് വെച്ചിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഗവൺമെന്റിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഒരു ഓർഡർലി ആയിട്ടുള്ള, കൃത്യമായിട്ടുള്ള ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഒരു ഇംപ്ലിമെന്റേഷൻ നടത്തുക. പ്രത്യേകിച്ചും ഈ ഒരു ലോജിസ്റ്റിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ ആവശ്യമായിട്ട് വരുന്നത്, ട്രെയിനിങ് ആവശ്യമായിട്ട് വരുന്ന സ്ഥലങ്ങളിൽ, അല്ലെങ്കിൽ ആ ഒരു ജുഡീഷ്യൽ കോർഡിനേഷൻ ഒക്കെ ആവശ്യമായിട്ട് വരുന്ന സാഹചര്യങ്ങളിൽ ഇത് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു.
അപ്പോൾ ഇത് ഞാൻ പറഞ്ഞതുപോലെ ജസ്റ്റ് ഗുഡ് ടു നോ ഇൻഫർമേഷൻ ആണ്. നമ്മൾ ഇതിൽ നിന്ന് പ്രത്യേകിച്ച് ചോദ്യങ്ങളൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ബട്ട് സ്റ്റിൽ നമ്മൾ എല്ലാം ഒന്ന് അറിഞ്ഞിരിക്കേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. സോ വാട്ട് വാസ് ദ റാഷണൽ ബിഹൈൻഡ് ദ സ്റ്റാഗേർഡ് ഇംപ്ലിമെന്റേഷൻ? അതായത് ഈ സ്റ്റേജ് ബൈ സ്റ്റേജ് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന്റെ പിന്നിലെ ചിന്ത എന്തായിരുന്നു എന്നുള്ളതാണ്. ഒന്ന്, അഡിക്വേറ്റ് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറും ട്രെയിനിങ്ങും ഉറപ്പുവരുത്തുക. ആൻഡ് കൃത്യമായിട്ട് ഓർഡർലി ആയിട്ടുള്ള ഒരു ഇംപ്ലിമെന്റേഷൻ, അതായത് സ്റ്റേജ് ബൈ സ്റ്റേജ് ആദ്യം നടപ്പാക്കേണ്ടത് ആദ്യം നടപ്പാക്കിയിട്ട് പിന്നീടുള്ളത് പിന്നീട് അങ്ങനെ കൊണ്ടുവരിക. ആൻഡ് സ്റ്റേറ്റ് ആയിരുന്നാലും ശരി തന്നെ, ലോക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിരുന്നാലും ശരി തന്നെ, എന്താ പറയേണ്ടത്, അവര് റെഡിയാവുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതും കൂടെ കണക്കിലെടുത്തുകൊണ്ടാണ് ഇത് ശരിക്കും മുന്നോട്ട് പോയത്. ഈ സ്പെഷ്യൽ ടോപ്പിക്സിൽ പ്രധാനപ്പെട്ട 3 ടോപ്പിക്സിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ് നമ്മളിപ്പം ഇവിടെ ഈ കവർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പം ഇതേപോലെ ഡീറ്റെയിൽഡ് ആയിട്ടാണ് പുതിയ സിലബസ് അനുസരിച്ചുള്ള നമ്മുടെ എല്ലാ ടോപ്പിക്സിന്റെയും ക്ലാസ്സസ് നമ്മൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം ആ കോച്ചിങ്ങിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ നമ്മുടെ വാട്സാപ്പ് സ്റ്റഡി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അതിന് ഒരു ചെറിയ ഫീസ് ആപ്ലിക്കബിൾ ആണ്. ഇപ്പൊ സ്റ്റഡി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ കംപ്ലീറ്റ് റെക്കോർഡ് ചെയ്തിട്ടുള്ള വീഡിയോ ലെക്ചർ ക്ലാസ്സസ് ലഭിക്കും. അതേപോലെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ട്സ് ലഭിക്കും. ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ കവർ ചെയ്യേണ്ട പോയിന്റ്സ്, നമുക്ക് പ്രാക്ടീസിനുള്ള ക്വസ്റ്റ്യൻസ് തരും. ആഴ്ച തോറും നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്ന പോർഷൻസിന്റെ ആ ഒരു എന്താ പറയേണ്ടത് ഒരു ടെസ്റ്റ് നമ്മൾ ഓരോ വീക്കിലും കണ്ടക്ട് ചെയ്യും. ഓരോ മോഡ്യൂൾ തീർക്കുന്നതനുസരിച്ച് ആ ഒരു മോഡ്യൂൾ ബേസ്ഡ് ടെസ്റ്റ് നമുക്കുണ്ടായിരിക്കും. ആൻഡ് എന്താ പറയേണ്ടത്, പരീക്ഷയ്ക്ക് ഒരു 15 ദിവസമെങ്കിലും ഉള്ള സമയത്ത് നമ്മൾ മോഡൽ എക്സാംസ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ മോഡൽ എക്സാംസോട് കൂടിയാണ് നമ്മുടെ ആ ഒരു പ്രിപ്പറേഷൻ കംപ്ലീറ്റ് ആയിട്ട് അവസാനിക്കുന്നത്. അപ്പോൾ കോഴ്സിനെ കുറിച്ച് കൂടുതൽ വിശദാംശങ്ങൾ അറിയാനായിട്ട് നമ്മുടെ സ്റ്റഡി ഗ്രൂപ്പ് ജോയിൻ ചെയ്യാം. അപ്പോൾ സ്റ്റഡി ഗ്രൂപ്പ് ജോയിൻ ചെയ്യുന്നതിനുള്ള ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ടാകും. ഇനി അതും അല്ലെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ എന്നെ ഡയറക്റ്റ് ആയിട്ട് വിളിക്കുകയോ എനിക്ക് ഒരു വാട്സാപ്പ് മെസ്സേജ് അയക്കുകയോ ചെയ്താൽ ഞാൻ കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ ഇൻഫർമേഷൻ തരാം. ആൻഡ് ഇനി ഒരുപാടധികം ദിവസങ്ങളില്ല, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ നിങ്ങളുടെ ആ ഒരു പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. വളരെയധികം എന്താ പറയേണ്ടത്, പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു പൊസിഷനിലേക്കാണ് നിങ്ങൾ ഈ പ്രിപ്പയർ ചെയ്യുന്നത്. Wish you all the very best. And thank you very much for watching this lesson. And you have a great day ahead. Once again, wish you all the very best. Thank you.